Audio Jungle. Audio Jungle. ഗൈസ്, അങ്ങനെ നമ്മളെ ഷിൻചാനെ കാണാനായിട്ട് രണ്ട് മൂന്ന് ദിവസമല്ല, കുറേ അല്ല, ഒരാഴ്ച അവനെ കാണാതെ പോയിട്ട്. ഇന്നെങ്കിലും എനിക്ക് അവനെ കണ്ടുപിടിക്കണം. എൻ്റെ ഹാക്കർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതെന്താണോ നേരത്തെ പറഞ്ഞതെന്ന്. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അവനെന്തോന്ന് വിളിച്ച് പറയുന്നത് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ വരുന്നു അവനെന്തോ വിളിച്ച് പറയുന്നതെന്ന് അറിയാൻ. A few moments later. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ അവനെ വിളിച്ചിട്ട് കുറേ നേരം ഗൈസ്. അവൻ പറഞ്ഞേക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അവൻ ചെറുതായിട്ട് ഹാക്ക് ചെയ്തത് പോലീസുകാർ കണ്ടുപിടിച്ചു ഗൈസ്. അവന് ചെറുതായിട്ടൊന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മിനെ ജയിലിൽ ആടിയിട്ട് ഒരു ദിവസം ആയുള്ളൂ. ഇപ്പോൾ അവിടെ ചാടി കഴിഞ്ഞതേ ഉള്ളൂ. അവൻ്റെ എവിടെ നോക്കിയ ഒരു ഫോൺ കിട്ടി. അവസാനം അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമുക്കിനി അവൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഒരു സീക്രട്ട് സ്ഥലമാണ് നമ്മളെ പിന്നീട് വർക്ക്ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് നമ്മൾ പോണത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റി ഗൈസ്. ഞാൻ പിന്നീട് വർക്ക്ഷോപ്പിൽ തന്നെ കയറി. ഓക്കെ, ഇവിടെ ആയിട്ടാണ് ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥലം. അവിടെ തന്നെ വണ്ടി ഒന്ന് റിപ്പയറൊക്കെ ചെയ്തായിരുന്നു. റിപ്പയർ ചെയ്തുകൊണ്ട് ഇടിച്ച്. ഓക്കെ, ഇവിടെയാണ് സ്ഥലം. നമുക്ക് അവനൊന്ന് വിളിച്ച് നോക്കാം. ഡാ സുമേഷ്. 2000 years later. എടാ, ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കുമായിരുന്നേടാ കള്ള. ഓക്കെ, എന്താണ് അത്ര താമസിച്ചത്? നീ എന്താണ് വരെ താമസിച്ചത്? ഞാനൊന്നും ഒരൊറ്റ ഇരുന്നോണ്ട് മച്ചാനെ, ഞാനാണെങ്കിൽ മഴ ആയതുകൊണ്ട് ഇങ്ങനെ നിന്നതാ മച്ചാനെ. കുറെ സമയം അല്ലാണ്ട് മഴയൊക്കെ ഇപ്പോഴാണ് പോയത്. കൊടയൊക്കെ മാറ്റണമുണ്ട്, എന്നാലും മഴ പെയ്യുന്നുണ്ട്. ഞാൻ കാണാത്തോണ്ട് ഇപ്പൊ കണ്ട മഴയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുക നമ്മളെ. ഞാനിപ്പോ കുട മാറ്റിയത് ഞാൻ നനഞ്ഞേനെ. എൻ്റെ ദേഹം മൊത്തം തന്നെ. നീ എനിക്ക് വേണ്ടി പിടിക്കുവാണോ നിനക്ക് വേണ്ടി പിടിക്കുവാണോ? എനിക്ക് വേണ്ടി തന്നെയാണോ പിടിക്കുന്നത്? നിനക്ക് ഞാൻ എന്തിനു പിടിച്ചതാണ്? നീ ആരെതിരെ? എടാ, നമ്മൾ പഴയ ഫ്രണ്ട്സ് മിഷനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അന്നൊക്കെ നീ എല്ലാവരും എന്നെ സഹായിച്ചത്. നിനക്ക് പൈസ വന്നിട്ടുണ്ടായിരുന്നു. പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം എൻ്റെ 10,000 രൂപ മേടിച്ചു. എവിടെടാ? എടാ, ഞാനത് ഷിൻചാൻ ചെറുക്കൻ്റെ കൊടുത്ത് വിട്ടായിരുന്നു. ചതിച്ചല്ല എടാ, അതെന്റെ കിട്ടിയില്ല. എടാ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാവും. നമ്മളെ ഷിൻചാനെ കാണാനില്ല. നീ ഒന്ന് കണ്ടുപിടിച്ചാറുള്ള. അങ്ങനെയൊക്കെ പറഞ്ഞ ഞാനിപ്പോ ഇവിടുന്ന് കണ്ടുപിടിച്ച് തരാനാടാ. അതാണ് ഞാൻ പറയാൻ വന്നത്. നീ പോടാ, നീ തന്നെ കണ്ടുപിടിച്ച് തരണം. നീ ഞാൻ വിളിച്ചപ്പോൾ വന്നില്ലല്ലേ? കണ്ടുപിടിച്ച് തന്നിട്ട് വിളിക്കണേടാ. കഷ്ടമുണ്ടാ ചെറുക്കനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിടാനുള്ളത്. ഓക്കേടാ, അതൊക്കെ നമ്മള് കണ്ടുപിടിച്ചിരിക്കുക അല്ലേ? നമ്മൾ തന്നെ കൊന്നിരിക്കും. കൊല്ലാനൊന്ന് പോടെ എണീച്ച് ചെറുക്കനെ കൊണ്ട് വീട്ടിൽ തിരിച്ചു കൊടുക്കാനുള്ളത്. എടോ കള്ളക്കളവാ, ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളെ വിളിക്കാൻ നോക്കുക. നമുക്ക് ചെറുക്കനെ കിട്ടിയെന്ന് അവനോട് പ്രതികാരം വിട്ടുള്ള സമയമായി. ചെറുക്കനെ നമ്മളെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് ട്രെയിനൊക്കെ പിടിച്ച് വരാന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്നു കയറാനി, എനിക്ക് വരണമെന്നുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നം, നമ്മളുടെ ട്രെയിൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മിസ്സായോന്ന് എടോ മനുഷ്യ, താനെന്തോടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്? ഞാനാണെങ്കിൽ അപ്പോഴേ ഓർത്തത് ഇങ്ങനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് വരില്ലെന്ന്. ഞാനാണെങ്കിൽ ട്രെയിനിനും കയറിയിരുന്നു. ഞാനിനി എന്തെടുക്കും? അതൊന്നും കുഴപ്പമില്ല ഗ്രാനി, നമ്മളാടെ കാറും എടുത്തോണ്ട് വരാം. ഏതാ ഡോറുള്ളരിക്കുന്ന തുരുമ്പ് പിടിച്ച കാറ്? ഇപ്പൊ എത്തിയത് തന്നെ. തനിക്ക് ആ കാറിന് മാറ്റിക്കൂടെടോ? പക്ഷെ 10 പൈസ ഇല്ല. ഇതിന്റെ ഇടയില കാറ് മാറ്റുന്നേ. ആ ചെറുക്കനെ വിളിച്ചോണ്ട് വരാനുള്ളതിന് ആ ചെറുക്കനെ അവിടെ എടുത്തേക്കുന്നു. അതൊക്കെ ഒരു ഓഡിറ്റോറിയം കയറ്റി വെച്ചിട്ടുണ്ട്. എന്നെ പുറകെ തന്നെ ഓഡിറ്റോറിയം. നിങ്ങളെ പെട്ടെന്ന് വരാൻ നോക്ക്. ഓക്കെ, ഞാൻ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമ്മളെ പാട്ടക്കാർ ഓടിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. A few moments later. 2000 years later. പോയി നോക്കാം. ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. ഇതെന്തോടെ ഇവിടെ ഒരു മെയിൻ ഡോറ്? ഞാൻ വിൽ ബി ബാക്ക്. ഇവിടെ ഈ ഡോറ് കൂടെ നമുക്ക് ഇറങ്ങി വേണ്ടേ? No, God, please, no! 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 പറ്റത്തില്ല. ഇവിടെ ഒരു കാറ് വല്ലതും ഉണ്ടോ? അതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടായിരുന്നു ഇവിടുന്ന്. ഓക്കെ, ഇതെന്താണ് അവിടെ ഒരു ഗ്യാരാജ് പോലെ? ഇതെന്താണ് പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്നത്? എത്ര വർഷം ഇവിടെ കിടന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, ഇതാണ്
സാധനങ്ങൾ കണ്ടുപിടിക്കുക. പെട്രോൾ കൊണ്ട് അവിടെ തന്നെ വെച്ചേക്കാം. നമുക്ക് കാർക്കൊക്കെ കിട്ടുമ്പോൾ അവർക്ക് സെറ്റ് ആക്കണം. ഓക്കെ അവിടെ കിടക്കട്ടെ, താഴോട്ടൊന്നും പോയേക്കല്ലേ. ഓക്കെ നമുക്ക് അടുത്ത സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഓക്കെ എന്താണ് ഇതെന്ത് സാധനം? കൊള്ളാമല്ലോ. ലമ്മച്ചി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അതെന്തോടെ സാധനം? ഓ എന്റെ മോനെ ലമ്മച്ചി കൊള്ളാം കേട്ടോ. ലമ്മച്ചി പഴയ തന്നെ സ്ക്രൂ ഡ്രൈവർ തീയല് എടുക്കാനുണ്ട് തോന്നുന്നു പറയുന്നേ. എന്തേലൊക്കെ ആവട്ടെ, നമുക്ക് ഇതൊക്കെ തുറന്നാ മതി. ഇതേതാ സീക്രട്ട് റൂം? ഓ അതാണ് പഞ്ചിങ് ബാഗ്. എന്താ പൊണ്ണടാവേ. ലമ്മച്ചി ഭയങ്കര ഫ്രീക്കിയാണ്. ഓക്കെ ലമ്മച്ചിയുടെ രണ്ടാമത്തെ മോളാന്ന് തോന്നുന്നു, ഒന്നാമത്തെ മോളാന്ന് തോന്നുന്നത്. രണ്ട് തൊള്ളയും തോന്നുന്നു നിൽക്കുന്നു. ഏതാണ്ട് കാക്കച്ചി. എനിക്ക് കാക്കി നീ കൊത്തുവല്ലേ? നീ ഒറ്റ അടിച്ചുണ്ടല്ലോ. ആഹാ എന്നെ കുത്തുന്നു. അതെന്താ ടിവിയുടെ റിമോട്ടാന്നാ തോന്നുന്നത്. ഞാൻ ടി വി ഒക്കെ കാണും. എന്റെ മോനെ സീൻ അടിപൊളി. നമുക്കിനി അങ്ങോട്ട് കാണാൻ പോവാം. ഓക്കെ പഞ്ചിങ് ബാഗ് തൊഴിലിടാൻ പോലെ അമ്മച്ചി കലിപ്പാവും. ഓക്കെ ഇവിടെ എന്താ ഇരിക്കുന്നേ? ഇതെന്ത് സാധനം? ഇതെന്തിന് അമ്മച്ചിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയതാണോ? എന്റെ പൊന്നടാ കൊള്ളാം കേട്ടാ. ഓക്കെ ഇതെന്താണ് എനിക്കൊന്ന് കാണാൻ പറ്റാത്തത്? കാണാൻ പറ്റുന്നില്ല. അയ്യോ എന്തായാലും ഇതെന്ത് സ്പാർക്ക് പ്ലഗാ? കൊള്ളാം കേട്ടോ, നൈസ് സാധനം. ഓക്കെ ഇതെന്തൊരു ഷോർട്ട് ഗണ്ണിന്റെ പീസാ. കൊള്ളാം. ഓക്കെ ഇതൊന്ന് തുറന്നേ. ഇവിടെ ടെഡിയൊക്കെ ഇരിക്കുന്നു. മൂത്രം ഉണ്ടായിരുന്നു. അമ്മച്ചി കൊണ്ട് വെച്ചേക്കുന്നുണ്ട് ടെഡിയെ. മൂത്രം അമ്മച്ചിക്ക് പെടുക്കുന്ന സുഖം ഉണ്ടെന്നാ തോന്നുന്നത്. ഓക്കെ ഇതൊരു വെപ്പണി നടക്കത്തില്ല. ഇതെന്താ ഇത്? ബോക്സാ? ബോക്സൊക്കെ ഇത് പല്ല സാധനം. അങ്ങനെ മാറ് ബോക്സ്. ഇതിനകത്ത് എന്തെങ്കിലും കൊറിയറുണ്ടോ? അതാണ്ട് ബാറ്ററി ഇരിക്കുന്നു. എന്റെ മോനെ സീൻ. ഇതെന്താ സാധനം? കൊള്ളാം കേട്ടോ. ഡ്രോയറിനകത്തൊരു തേങ്ങയില്ല. അമ്മച്ചിയുടെ തലവല കാലിയാണ്. എന്താ അത്? എന്റെ മോനെ സീൻ. ഇവിടുന്ന് ചെറിയടിച്ച് സമയമില്ല. ഓക്കെ നമുക്ക് ഇതെന്താ ക്യാരം ബോർഡിനകത്ത് രക്തം തുപ്പി വെച്ചേക്കുന്ന. സോറി മുറുക്കാൻ തുപ്പി തോന്നുന്നില്ല അമ്മച്ചി. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യില്ല. അതോട് കയറിച്ചല്ലേ. ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ. വേണ്ടല്ല, ഒരു ലമ്മച്ചി തൊള്ളയും തുറന്നിരിക്കുന്നു. ലമ്മച്ചി ഹലോ. ഞാൻ വിളിച്ചെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളുടെ ഗ്രാനിത്തള ഉണ്ടോന്നാണ് നോക്കിയത്. ഓക്കെ ഗ്രാനിത്തള ഇല്ല, അത്രയ്ക്ക് തുറന്നു വെച്ചേക്കുന്നു. ഓക്കെ ഓ വേണ്ട കട്ടിപ്പേറ്. ലമ്മച്ചിയുടെ പല്ല് ഊരിയെടുത്താലേ? വേണ്ട, ലമ്മച്ചിക്ക് ഒന്നാമതേ റെഡ് കളറിലെ പല്ല് ഭയങ്കര വാടയായിരിക്കും. ഓ തോടെ സ്ക്രൂ ഡ്രൈവർ. യെസ് അങ്ങനെ സ്ക്രൂ ഡ്രൈവർ കിട്ടി ഗൈസ്. നമുക്കിത് മണ്ടയ്ക്കോട്ട് കയറാം. മണ്ടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? മണ്ടയ്ക്ക് നല്ല ഓക്കെ നമുക്ക് ഇവിടെ ആയിട്ട് എന്താണ് ഒരു ഡോർ പാഡ്ലോക്ക്. അതിനോട് സ്പെഷ്യൽ കീ. സ്പെഷ്യലായിട്ട് എന്താണോ ഉള്ളത് സ്പെഷ്യൽ കീക്കകത്ത്? എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ അമ്മേ ഇരുന്നിട്ട് ബാട്ടപ്പിനകത്തൊക്കെ ഒരു സാധനം കിടക്കുന്നു. ഇതെന്തിന് കക്കൂസിനകത്ത് കുറച്ച് ചോര. പുള്ളിക്കാരി ജ്യൂസ് അടിച്ചിട്ട് അറിയാതെ ബാത്റൂമിലോട്ട് കയ്യിൽ പോയതായിരിക്കും ഗൈസ്. ഓക്കെ തപ്പി നോക്കി. അതാണ് ഫ്രിഡ്ജ്. എന്റെ മോനെ ഗൈസ് പഴയ കാലത്തെ ഫ്രിഡ്ജ്. ഓക്കെ അതാണ്ട് അമ്മച്ചിയുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഓ വേണ്ട ഷോർട്ട് പീസ്. ഇന്ന് നമ്മൾ അമ്മച്ചിയെ പൊട്ടിച്ചിരിക്കും. അയ്യോ അമ്മച്ചി ഇല്ലല്ലോ, അമ്മച്ചിയുടെ ഇവിടെ ഇട്ട് പോയതാണ്. പാലിലോ കോടൊക്കെ ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് പാലിലോ കോടാവുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. പഴയ സിസ്റ്റം അതുകൊണ്ടാണ്. വേണ്ട നമ്മൾ അമ്മച്ചി നമ്മൾ സേവ് ചെയ്യുന്ന സാധനം. അമ്മച്ചി ചെറുതായിട്ട് താടി വാങ്ങിയിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ടൊന്ന് ഷേവ് ചെയ്ത് തരാൻ പറ്റാവോ? ഓക്കെ അമ്മച്ചി ഓടാന്ന് അറിഞ്ഞൂടാ. കണ്ടുപോടാട്ട് എന്നൊക്കെ ഉണ്ട്. അവിടെ ഇട്ടൊന്നും ഇല്ല. നമുക്കപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നേരത്തെ പോലെ അമ്മച്ചിയുടെ തലവല കാലിയാണ് എന്തെടുക്കാനാന്ന് പറയാം. ഓക്കെ ഇവിടെ ഇത് കിട്ടേക്കാം. അമ്മച്ചിയുടെ ലക്ഷങ്ങൾ കൊടുത്തുള്ള പെയിന്റിങ് നമുക്ക് തെളിയിടാം. ഇതാണെങ്കിൽ ഗ്രാനി ചാപ്റ്റർ 2-നകത്തുണ്ട്. ഓക്കെ ഞാനിപ്പോൾ അതിന് അങ്ങോട്ടൊക്കെ പോകുന്നേ. ഓക്കെ നമുക്കൊരു കാർ ചെയ്യാൻ മണ്ടയ്ക്കോട്ട് കയറി ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. എനിക്ക് പെട്ടെന്ന് ജാക്കണ്ണൻ്റെ അടുത്ത് പോകണം. ഒന്നാമത് പനി അതിൻ്റെ ഇടയിൽ ജാക്കണ്ണനെ കാണണം. എന്നിട്ട് ഇവിടെ നമ്മൾ വീര കഥകളൊക്കെ പറയണം. ഓക്കെ നമുക്കൊരു മണ്ടയ്ക്കോട്ട് കയറാം. നമുക്കിനി
ഓക്കെ ആ ദാണ്ട് ഇവിടെ അതിന്റെ കൂടൊക്കെ ഉണ്ട് ഗൈസ്. അതിനകത്ത് എന്തോടെ പട്ടിയാ? ഹലോ അയ്യോ എന്താണിത്? Mission failed. We'll get him next time. ഗൈസ് സ്പെഷ്യലായിട്ടാണല്ലോ ഉണ്ടാക്കിയേക്കുന്നേ. അപ്പോൾ ഗൈസ് ചിലന്ന് കടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഓട്ടം വരും ഗൈസ്. ഇത് സ്പീഡിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ പ്ലെയറൊക്കെ കണ്ടുപിടിച്ച് കാർ ബാറ്ററിയൊക്കെ കണ്ടുപിടിച്ച് ഓടി ചെല്ലുകയാണ് ഞാൻ താഴോട്ട്. അവിടുന്ന് കുറേ കമ്പങ്ങളൊക്കെ എടുത്ത് ഇതാണ് ഭയങ്കര ലോങ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് ഞാൻ ഇത്ര സ്പീഡിലിട്ട് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് കാണിക്കാതിരുന്നാലും എനിക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഗൈസ് ഇത്ര സ്പീഡിട്ട് കാണിച്ചത്. ഗൈസ് കുറേ കഷ്ടപ്പെട്ടാണ് ഗൈസ് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ 40 അടിക്ക് കുറച്ചും കൂടി ഉള്ളൂ. ഒരു സബ് കൂടെ നമുക്ക് 40 അടിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചൊക്കെ തുറന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ സ്പൈഡർ ഗ്രാനി നമ്മളെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്ന്. പക്ഷേ ഭാഗ്യത്തിന് അണ്ടർഗ്രൗണ്ടിൽ ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ പേടിച്ചത് നടന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ പറ്റി. പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കര പേടിച്ചാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത്. കാര്യം വീഡിയോ കുറേ ലോങ് ആയാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്പൈഡർ ഗ്രാനി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടഫായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഗ്രാനിയുടെ ഗെയിം പ്ലേ വേണമെങ്കിൽ ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഗ്രാനിയുടെ ഗെയിം പ്ലേ ഇത് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ഒരു എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. ഞാൻ പിന്നെ ഇന്ത്യൻ ഡെഫ്റ്റ് ഓട്ടോക്കകത്ത് ഇത് സ്റ്റോറി മോഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചില്ല ഇത്ര ഇതാവുമെന്ന്. നല്ല വ്യൂവേഴ്സാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്ലറൊക്കെ ആയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങൾ വലിയ കാര്യമാക്കൊന്നും വേണ്ട. പിന്നെ ഇവിടെ വന്ന് അടപ്പ് പറഞ്ഞപ്പോഴേക്കും തെറ്റിപ്പോയി. അതങ്ങനെ പിന്നെ ഒരു ദിവസവും കൂടെ ചത്ത് 3ാമത്തെ ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ ഒന്നും കൂടെ ചാടി അവിടെ ചെന്ന് അത് പൊട്ടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ ബെഞ്ച് ഹാൻഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹാമർ അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടുകയാണ്. പിന്നെ ഇത് ക്ലിയർ ആവാത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തോ പ്രശ്നമുണ്ട് ഇതിനകത്തിൽ. എന്നിട്ട് ഞാൻ എൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ കയറി വന്നിട്ട് അത് വിഞ്ച് ഹാൻഡിലിട്ട് കറക്കമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വിഞ്ച് ഹാൻഡിലിട്ട് കറക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് വിഞ്ച് ഹാൻഡിലിട്ട് കറക്കി ഹാമർ എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ആ പലക പൊട്ടിക്കുന്ന സ്ഥലത്ത് വന്ന്. പിന്നെ ഇപ്പോഴും ലാഗൊക്കെ മാറിയിട്ടുണ്ട്. എന്തോ സ്ക്രീൻ ബ്ലറായിട്ടിരിക്കുന്നത് അതൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് കട്ടിംഗ് പ്ലെയറൊക്കെ എവിടെ നിന്ന് നോക്കി ഇങ്ങനെ ഗ്ലിച്ചായിട്ട് അവിടെയൊക്കെ പോയായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. എന്നാലും അതൊരു പ്രശ്നമില്ല. നമ്മളെല്ലാം തീർത്ത് സേഫ് എടുത്ത് നോക്കിയപ്പോൾ കണ്ട പാഡ്ലോക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊന്നുമല്ല, എൻജി പാട്ടോ അതും കൂടെ ഇട്ട് സെറ്റാക്കിയാൽ മതി. ബ്രഞ്ചൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമുണ്ടെങ്കിൽ എസ്കേപ്പ് ആകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് മോഡ് ഇട്ട് എസ്കേപ്പ് ആയത് എന്താ പറഞ്ഞുകൂടെ. ഗ്രാനയുടെ പുതിയ അപ്ഡേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാഡ്ലോക്ക് ഇട്ട് തുറന്ന് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കയറാൻ നോക്കിയപ്പം ഇപ്പോൾ കീ എടുത്തില്ല. ഗ്രാനയുടെ വീട്ടിലത്തെ വലിയ ഓട്ടം കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ സിറ്റിയാണ് കൈസ്. അങ്ങനെ അവസാനം ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മൾ അപ്പാപ്പൻ്റെ വണ്ടി കേടായിരുന്നു. അതെന്താ ഇറങ്ങിയോടാ. അപ്പോൾ ഞാനാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തി കൈസ്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പോയ ആശാനെല്ലാം വേദന എടുക്കുന്നത്. അപ്പോൾ കൈസ് നമ്മളെ വീഡിയോ കാണുന്നവർ ഇതുവരെയായിട്ട് ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കുക. നമ്മളെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ വിട്ടേക്ക് വെച്ചേക്കാം. നമ്മൾ ആ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫ്രാങ്ക്ലിൻ പോയിട്ട് ജാക്കണ്ണൻ്റെ വീട്ടിലെത്തി. യെസ് ജാക്കണ്ണ, ഐ ആം ബാക്ക്. ഞാൻ തന്നെ എത്തി ജാക്കണ്ണ. പെട്ടെന്ന് ഇറങ്ങിയോ ജാക്കണ്ണ. എവിടെയോ കേട്ട് പരിചയമുള്ള ഓഞ്ഞ ശബ്ദം. വെയിറ്റ് എ സെക്കൻഡ്, ഇത് നമ്മളുടെ ഷിങ്ഷാനല്ലേ? എടാ ഷിങ്ഷാനെ, എടാ നിക്കടാ, ഞാനും വരുന്നടാ. ഞാൻ എവിടെയൊക്കെ നിന്ന് അന്വേഷിച്ചെന്നറിയാവോ? അതിൻ്റെ ഇടയിൽ ഉണക്ക മഴ. ഓക്കെ എടാ ഷിങ്ഷാനെ, നീ എവിടെ ആയിരുന്നു ഇത്രയും ദിവസവും? ഞാൻ നിന്നെ നോക്കാത്ത സ്ഥലമില്ല. അതിന് ജാക്ക് ബൈ ഒന്നും പറയണ്ട ബൈ. ഞാനാണെങ്കിൽ പെട്ട് ഗ്രാനിയുടെ വീട്ടിൽ. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയിരിക്കും. അപ്പാപ്പൻ്റെ വണ്ടിയായിരുന്നു എടുത്തത്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇനിയിപ്പോൾ എന്തെടുക്കുക നടന്ന് ഞാൻ അവിടെ രക്ഷപ്പെട്ടു. ഓക്കേടാ ഷിങ്ഷാനെ. നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതാണ് വലിയൊരു കാര്യം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കാണുന്നവർ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല ഗൈസ്. അപ്പോൾ ഇതിലത്തെ സ്റ്റോറി മോഡ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി നമ്മൾ ഇതിലത്തെ ഫണ്ണായിട്ടുള്ള ഗെയിമൊക്കെ ഇടുന്നതായിരിക്കും. Audio Jungle.